തലസ്ഥാനത്തെ ചാക്ക പീഡന കേസിൽ വിധി. പ്രതി ഹസൻകുട്ടിക്ക് 67 വർഷം തടവ്. തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ സുപ്രധാന വിധി പറഞ്ഞത്. 12 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 2024 ഫെബ്രുവരി 19-നാണ് സഹോദരങ്ങൾക്കൊപ്പം കിടന്നുറങ്ങിയ 2 വയസ്സുകാരിയെ ഹസൻകുട്ടി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, ജനങ്ങൾ ആഗ്രഹിച്ച ഒരു വിധി തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. 2 വയസ്സുകാരി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പ്രതിക്ക് 67 വർഷത്തെ തടവ് തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നു. മറ്റു വിവരങ്ങൾ ശ്രീനന്ദ. വിനോദ് പറഞ്ഞതുപോലെ തന്നെ സാധാരണ ജനങ്ങളെല്ലാം വളരെയധികം ആഗ്രഹിച്ച ഒരു വിധി തന്നെയാണ്. പക്ഷേ ആ വിധിക്കുണ്ടായ ഒരു കാലതാമസം കൂടി നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 1.5 വർഷത്തോളമായി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് 2 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയാണ്, ഒരു കുഞ്ഞിനെയാണ് ഹസൻകുട്ടി, ഇടവ സ്വദേശിയാണ് ഹസൻകുട്ടി. ഇയാൾ കഴിഞ്ഞ വർഷം 2024 ഫെബ്രുവരി 19-നാണ് ഈ പെൺകുട്ടിയെ ബന്ധുക്കളോടൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന കുട്ടിയെ കടത്തിക്കൊണ്ടു പോവുകയും പീഡിപ്പിക്കുകയും ഉണ്ടായത്. ശേഷം ഇയാളെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇപ്പോൾ ആ കേസിൽ നിർണായകമായ വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഹസൻകുട്ടിയെ 67 വർഷം കഠിന തടവും അതുപോലെ 12 ലക്ഷം പിഴയുമാണ് ഈടാക്കിയിരിക്കുന്നത്. ഇയാൾ കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുൻപായിരുന്നു ഈ കേസിലെ വിധി ഒരു വാദം കേട്ടിരുന്നത്. ആ വാദത്തിൽ ഇയാൾ കുറ്റക്കാരനാണെന്നും ഇയാൾക്കെതിരെ ബലാത്സംഗം, പീഡനം അടക്കമുള്ള 5 കുറ്റകൃത്യങ്ങൾ ചുമത്തി ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ശേഷം ഇന്ന് ഉച്ചയോടുകൂടി വിധി പറയുമെന്നാണ് പറഞ്ഞിരുന്നത്. ആ വിധിയാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നത്. അയാൾക്ക് 67 വർഷം കഠിന തടവും അതുപോലെ 12 ലക്ഷം പിഴയുമാണ് ഈടാക്കിയിരിക്കുന്നത്. ഇയാൾ കുട്ടിയോട് കാണിച്ച ക്രൂരതയ്ക്ക് 1.5 വർഷത്തിന് ശേഷമാണ് ഒരു നീതി കിട്ടിയിരിക്കുന്നത് എന്നാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ഒരു വിധി പുറപ്പെടുവിച്ച സമയത്ത് വീട്ടുകാർക്കും അതുപോലെ തന്നെ മറ്റ് ബന്ധുക്കൾക്കും എല്ലാവർക്കും സന്തോഷം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈദരാബാദ് സ്വദേശികളുടെ മകളാണ് ഈ കുട്ടി. സഹോദരങ്ങൾക്കൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന കുട്ടിയെയാണ് ഹസൻകുട്ടി പീഡനത്തിന് ഇരയാക്കിയത്. ഇയാൾ മുൻപും സമാന രീതിയിൽ നിരവധി പോക്സോ കേസുകളിൽ പ്രതിയായിരുന്നു. ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നതിന് ഒരു ദിവസം മുൻപും ഇയാൾ ഈ ഒരു പീഡന കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിൻ്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു ഈ പിഞ്ചു കുഞ്ഞിനോട് ഇത്തരത്തിലൊരു ക്രൂരത ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അന്ന് ഇയാൾക്ക് തക്കതായ ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും ഈ 2 വയസ്സുള്ള പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു ദാരുണ അനുഭവം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് നമ്മളിതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. വിനോദ്. ശ്രീനന്ദ, ഒരു കാര്യം കൂടി. ഇപ്പോൾ തിരുവനന്തപുരം കോടതിയാണ്, അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ വിധി പറഞ്ഞത്. നേരത്തെ ശ്രീനന്ദ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു വിധി തന്നെ, 67 വർഷത്തെ തടവ്. പക്ഷേ ഈ പ്രതി ഇതിനു മുമ്പും സമാനമായ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിയമവശങ്ങളൊക്കെ അറിയാവുന്ന ആൾ തന്നെയാണ്. അതുകൊണ്ട് അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ടോ? വളരെ പെട്ടെന്ന് ഇയാൾക്ക് ഈ ശിക്ഷ നടപ്പാക്കാനുള്ള സാധ്യതയാണോ നിലനിൽക്കുന്നത്? അല്ല എങ്കിൽ ഇയാൾ വീണ്ടും മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ ശ്രീനന്ദ? ഒരിക്കലുമില്ല വിനോദ്, ഒരിക്കലും ഈ കേസിൽ ഒരു അപ്പീൽ പോകാനുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ല. കാരണം ശാസ്ത്രീയ തെളിവുകളെല്ലാം ഇയാൾക്കെതിരാണ്. ഇയാളുടെ ശരീരത്തിൽ നിന്നും, ഇയാൾ ഇട്ടിരുന്ന ഡ്രസ്സിൽ നിന്നും കുട്ടിയുടെ DNA അടക്കമുള്ളവ ലഭിച്ചിരുന്നു. അപ്പോൾ ഇത് മുൻപ് തന്നെ കേസ് തെളിഞ്ഞൊരു, പച്ചയായ വെള്ളം പോലെ തെളിഞ്ഞൊരു കേസാണ്. ആ കേസിൽ ഇനി മുകളിലേക്ക് പോകാനുള്ള യാതൊരു ഇതും കാണുന്നില്ല. എന്തായാലും അപ്പീൽ പോകാനുള്ള സാധ്യതകളൊന്നും തന്നെയില്ല. ഈ വിധി പൂർണ്ണമായൊരു വിധി തന്നെയാണ്. പോക്സോ കോടതി ജഡ്ജി MT ഷിബു ആണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പക്ഷേ അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഈ വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വ്യക്തി മുൻപ് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാളാണ്. ഇയാൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഇയാൾ ഈ ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് പുറത്തു വരുമെന്ന് കരുതി തന്നെയാണ് ഈ ഒരു കൃത്യവും ചെയ്തിട്ടുണ്ടാവുക. ഒരിക്കലും താൻ ഇതിൽ പിടിക്കപ്പെടില്ല എന്നുള്ളൊരു വ്യാമോഹമാണ് ഇയാൾക്കിവിടെ തകർന്നടിഞ്ഞിരിക്കുന്നത്. അയാളെ 40 പേരോളമാണ് ഈ ഒരു കേസിൻ്റെ പുറകിൽ പോലീസ് ചോദ്യം ചെയ്യുകയുണ്ടായത്. ശേഷമാണ് ഒരു CCTV ദൃശ്യവും അതുപോലെ തന്നെ ശാസ്ത്രീയ പരിശോധനയിലുമാണ് ഇതിനെല്ലാത്തിനും ഒരു വ്യക്തത ഉണ്ടായി. ഹസൻകുട്ടിയാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഫൈനൽ ഡിസിഷൻ വന്നത്. എന്തായാലും അയാൾക്ക് ഇനി ഒരു അപ്പീൽ പോകാനുള്ള സാധ്യത ഒന്നും തന്നെ കാണുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിനോദ്. വ്യക്തമാണ്. ചാക്ക പീഡന കേസിലാണ് ഇപ്പോൾ സുപ്രധാന വിധി പുറത്തു വന്നത്. പ്രതി ഹസൻകുട്ടിക്ക് 67 വർഷത്തെ തടവ്
തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നു. 12 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. 2024 ഫെബ്രുവരി 19 സഹോദരങ്ങൾക്കൊപ്പം കിടന്നുറങ്ങിയ 2 വയസ്സുകാരിയെ ഹസൻകുട്ടി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലാണ് ഈ വിധി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദ.